ഹലോ ഗായ്സ്, എന്നെ ഉണ്ട് വിശേഷം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം തല മുതൽ നമ്മുടെ ചെരുപ്പിൻ്റെ തടി വരെ നമ്മൾ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. അപ്പം എന്നെ ചെയ്യേണ്ട തരത്തില്ല, എനിക്ക് ഭയങ്കരമായിട്ട് നല്ലൊരു സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴെങ്കിലും തകരാൻ പറ്റിയില്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും ഉയരത്തില്ല, ഉയരാൻ നമ്മളെ സമ്മതിക്കത്തില്ല ഒന്നത്തെ കാര്യം. പിന്നെ എന്നേലും വന്ന് തകർക്കുക, നമ്മുടെ അടുത്ത് നമ്മളെ ഊമ്പനാക്കുക, ഇതൊക്കെയുള്ള പരിപാടിയൊക്കെയാണ്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇത് പോകുന്നുണ്ട് മുന്നോട്ട്. അപ്പം നമുക്കിത് ആസ്വദിക്കാനും പറ്റുന്നുണ്ട് നല്ല രീതിയിൽ. അപ്പം ഏതായാലും ഞാൻ ഇത് നല്ലതായിട്ട് കൈകാര്യം ചെയ്യും. അപ്പോൾ എനിക്ക് വിജയം എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നത് ദൈവം തന്നിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല. വിജയം ഇത് തന്നെ. വിജയം ഇനി വരാതെ ഇതുവരെ വിജയം വന്നിട്ടില്ല. ഇനി ഒരിക്കലും വരാതിരിക്കാൻ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം എനിക്ക് വിജയിക്കണമെന്നുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ ഈ തോൽവിയുടെ ഇടയ്ക്കൊരു വിജയം നല്ലതാണ്. കാരണം നമ്മൾ എന്നാ ചെയ്തതെന്ന് പറഞ്ഞാലും അതിനൊരു ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരു ഓപ്പോസിറ്റ് ഉണ്ട്. അപ്പം വിജയം ഇടയ്ക്ക് വരാം. വിജയം ഞാൻ അംഗീകരിക്കും. അപ്പോൾ ഇതുവരെയായിട്ടും എനിക്ക് തോൽവിയാണ് വന്നിരിക്കുന്നത്. അപ്പം ദൈവം അനുവദിച്ചിപ്പോൾ ഇതുവരെ തോൽവിയാണ് വന്നിരിക്കുന്നത്. വിജയം എനിക്ക് വരുമോയെന്നറിയത്തില്ല. ഏതായാലും നമ്മളെക്കൊണ്ട് വിജയിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കൂടെ തരുവാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് വിജയിക്കാൻ പറ്റും. പിന്നെ എന്താണെന്ന് ചോദിച്ചാലും ഈ തോൽവികളെന്ന് പറയുമ്പോൾ എപ്പോഴും തോൽവിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. തോൽവിയൊക്കെ സെറ്റാകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ദൈവം അനുവദിച്ചാലും വിജയം ഉണ്ടാകാതിരിക്കട്ടെ. വിജയം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, നമ്മൾ അംഗീകരിക്കാം. ഈ തോൽവിയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകും ഇതുമായിട്ട്. ഏതായാലും നിങ്ങളെൻ്റെ പാട്ടും കാര്യങ്ങളൊക്കെ ചെയ്തോണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ബ്രോ സബ്സ്ക്രൈബ് ചെയ്തതാണോ? കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്തതാണെങ്കിൽ ബ്രോ സബ്സ്ക്രൈബ് ചെയ്യണേ. കാരണം നമ്മുടെയൊക്കെ ചാനലല്ലേ, നമ്മൾക്ക് പാവപ്പെട്ടവരെ. അപ്പം നമ്മുടെയൊക്കെ ചാനലൊക്കെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തരണം. അപ്പം എന്നേലും കൊണ്ടേ ഞാൻ ചിലപ്പോൾ ഇനി വീഡിയോ ഇട്ടിട്ടില്ലെന്ന് വരിക, ചിലപ്പോൾ ചത്ത് തീർന്നെന്ന് പറഞ്ഞ് വരായിരിക്കും. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ. ഞാൻ ഈ ചാനൽ വേറെ ആൾ ഉപയോഗിക്കും, അല്ല ഞാൻ തന്നെ ഉപയോഗിക്കും ഈ ചാനൽ. ഉള്ള കാര്യം പറഞ്ഞാൽ ഒന്നേ ജീവിക്കും, അല്ലേ ചാവും. ആ മൈൻഡാണ്. അപ്പം ഏതായാലും ജീവിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ചാനൽ പുതിയതായിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ ഈ ലോകത്തുള്ള എല്ലാവർക്കും ഈ ലോകത്തുള്ള കള്ളത്തരമുണ്ട്, സത്യമുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ അവർക്ക് ശകലം കള്ളത്തരമൊക്കെ ഉണ്ട്. അപ്പം അവർക്ക് സത്യം അധികം ഇല്ല, ആയാലും കള്ളത്തരമുണ്ട്. കള്ളത്തരമുണ്ട്. അപ്പം സത്യമായിട്ടിരിക്കാതിരിക്കാൻ നമ്മൾ ഇടയ്ക്കൊക്കെ ഓരോരുത്തരുടെ കാര്യമൊക്കെയാണ്. അപ്പോൾ സത്യമൊക്കെ ഇടയ്ക്കൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഞാനിത് പറയാൻ വന്നതാണ്. നിങ്ങളെന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ, ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഞാൻ ഇനി പാട്ടും ബ്ലോഗും ഒക്കെ ഇടുന്നതായിരിക്കും. ദയവ് ചെയ്ത് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം. മനുഷ്യരെന്നെ അനുഗ്രഹിക്കണം. നിങ്ങളെന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാട്ടുകൾ ഉറപ്പായിട്ടും ഞാൻ ഇറക്കിയിരിക്കും. അത് ഞാൻ ജീവിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളുടെ സാധനം ഒന്നും പേടിക്കണ്ട. എന്നാ പറയുന്നത്, നിങ്ങൾ ദൈവം അല്ലല്ലോ. നിങ്ങൾ പ്രായമുള്ള അല്ലല്ലോ. നിങ്ങളെന്നെ അല്ല. ഇപ്പോൾ ഇത് കാണുന്ന ഇപ്പം എന്നേക്കാൾ ഇളയ ആൾക്കാരാണെങ്കിൽ അവരും പ്രായമുള്ള അല്ലല്ലോ. പുള്ളിനേക്കാളും മൂത്ത അല്ലല്ലോ ഞാൻ. അതൊന്നും വിശ്വസിക്കുക, അതൊന്നും ചിന്തിക്കണ്ട. എന്നേക്കാളും ഇളയതാണെങ്കിലും മൂത്താണെങ്കിലും എന്നെ അനുഗ്രഹിക്കണം. മനുഷ്യരെന്നെ അനുഗ്രഹിക്കണം. കാരണം ഈ ഭൂമിയിൽ മനുഷ്യർ മാത്രമേ ഓരോന്നൊക്കെ കാണിക്കുന്നുള്ളൂ, പ്രവർത്തിച്ച് ചെയ്യുന്നുള്ളൂ. ഈ ഭൂമിയിൽ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത് എല്ലാം മനുഷ്യരാണ്. കെട്ടിടങ്ങളാകട്ടെ, കാറാകട്ടെ, ജീപ്പാകട്ടെ, ബൈക്ക്. അപ്പം മനുഷ്യരെന്ന് പറയുന്ന ഈ ഭൂമിയിൽ ദൈവമാണ്. മനസ്സിലായി? നിങ്ങളെന്നെ ദൈവം ഇത് അംഗീകരിച്ചാൽ മതി. ദൈവത്തിൻ്റെ കാര്യം ദൈവം നോക്കിക്കോളും. ഉറപ്പാണ് ദൈവം അംഗീകരിക്കും. നിങ്ങളെന്നെ അനുഗ്രഹിച്ചാൽ ദൈവം അംഗീകരിക്കും, ദൈവം അനുഗ്രഹിക്കും. ദൈവം അനുഗ്രഹിച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് പുതിയ പാട്ടുകളും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ്. എനിക്ക് ഉയരാൻ വളരെ താല്പര്യമാണ്. എനിക്ക് വിജയിക്കാൻ വളരെ താല്പര്യമാണ്. അപ്പം ദയവ് ചെയ്ത് ഞാൻ വിജയിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ ദയവ് ചെയ്ത് പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം.
ഞങ്ങൾ ഇളയാണല്ലോ മൂത്താണല്ലോ നിങ്ങൾ ദൈവമാണെങ്കിൽ ഒന്നും ദൈവം അല്ലല്ലോ എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചാൽ മതി. ഇളയാളിന് മൂത്താണ് കേട്ടോ. അപ്പം ഓക്കെ ബൈ. ഈ ചാനലായിട്ട് വരുന്നതായിരിക്കും. കാരണം ഭയങ്കര ഒരു വിഷയത്തിൽ തല തെറിക്കുന്ന, ഇവിടുന്ന് തല ഇങ്ങനെ തെറിച്ചിങ്ങനെ മടലോട്ട് പോകുന്ന പോലെ ഒരു വിഷയത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. എന്നെ ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മൾ ഈ പസഫിക് ഓഷ്യനൊക്കെ ഇല്ലേ, അതിനകത്ത് നമ്മൾ ആഴക്കടലിൻ്റെ നടുക്ക് പെട്ട പോലെ ഇരിക്കുക. അപ്പുറത്ത് ദാണ്ട സാത്താൻ്റെ കുറച്ച് ടീംസും അതുപോലെ നമ്മൾ നിൽക്കുക. എന്നെ ചെയ്യേണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും ദൈവം വരണം. ആ ദൈവത്തെ നിങ്ങൾ കൊണ്ടുവരണം. നിങ്ങളെ കൊണ്ടുവന്നാൽ ദൈവം എന്നെ രക്ഷിക്കും. അതുകൊണ്ട് ദേവിയെ നിങ്ങളെന്നെ അനുഗ്രഹിക്കണം. നിങ്ങൾ എൻ്റെ പാട്ടുകളും സോങ്സും ഒക്കെ കാണണം. അപ്പം ദേവി ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.